ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജീവന്റെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പുതിയ പ്രഭാതത്തിനായി അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഓരോ ദിവസവും നമ്മെ വിളിക്കുകയും തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ മുൻപിൽ വിനയത്തോടെ നമുക്ക് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണയുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനീതരായി നിൽക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. അങ്ങയുടെ വിളി തിരിച്ചറിയുവാനും അങ്ങേ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ നിർവഹിക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗപ്പെടുന്ന ഒരു പാത്രമായി തീരുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന തിരുവചന വായന, നമ്മുടെ അനുദിന തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 28 അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടുന്നതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലെയാസർ, ഈഥാമാർ എന്നിവരെയും തന്നെ നിന്റെ സഹോദരനായ അഹരോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രമുണ്ടാക്കണം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവനെ ശുദ്ധീകരിക്കേണ്ടുന്നതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളമുള്ള കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടുന്നതിന് അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രമുണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവയെടുക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ ദൈവം മോശയോട് അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുവാൻ കൽപ്പിക്കുന്നതായി നാം കാണുന്നു. അവർ ധരിക്കേണ്ടുന്ന വിശുദ്ധ വസ്ത്രത്തെക്കുറിച്ചും ദൈവം വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ തിരുവചന ഭാഗത്തിലൂടെ നൽകുന്നു. ഈ വസ്ത്രങ്ങൾ വെറും അലങ്കാരത്തിനായി മാത്രമല്ല, അവ മഹത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളങ്ങളായിരുന്നു. ഈ വചനഭാഗം നമ്മെ ഒരു വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിളിക്ക് വിശുദ്ധമായ ഒരു പ്രതികരണം ആവശ്യമാണ്. ഇന്ന് നാം ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തിലും സമൂഹത്തിലും ദൈവത്തിൻ്റെ സ്നേഹവും പ്രകാശവും വെളിപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ദൈവം പുറമേയുള്ള വസ്ത്രങ്ങളേക്കാൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെയാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹവും താഴ്മയും കരുണയും വിശ്വസ്തതയും എന്ന ആത്മീയ വസ്ത്രങ്ങൾ ധരിച്ച് നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം: ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും ഉത്തരവാദിത്വങ്ങളും ഞാൻ വിശ്വസ്തയോടെ നിറവേറ്റുന്നുണ്ടോ?
ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതം അവിടുത്തെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങയുടെ വിശുദ്ധ പദ്ധതികൾക്കായി ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും അനുസരണത്തിലും വളരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കരുണയും കരുതലും നിറയുമാറാകണമേ. ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.